നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നിൽക്കുന്നവളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു 10 ജന്മങ്ങളും ജനിക്കലോടി. നീ എന്താടി കരുതിയിരിക്കുന്നേ? പണ്ടത്തെ പോലെ സൂര്യയുടെ മുമ്പില് കണിമംഗലത്തിന്റെ അകത്തളങ്ങളിൽ അഹങ്കരിച്ചങ്ങ് നടക്കാവുന്നു? സമ്മതിക്കില്ല ഞാൻ. നിന്നെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നോട് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നോ? എന്നിട്ട് പിന്നെന്തിനാ ഓരോന്ന് പറഞ്ഞെന്നെ വേദനിപ്പിക്കുന്ന? എന്നെ പരീക്ഷിച്ചതല്ലേ? എനിക്കിഷ്ടായി കേട്ടോ, ഒരുപാട് ഇഷ്ടായി. ക്യൂട്ടി. ഇവിടെ എപ്പോഴാ വന്ന് നിന്നേ? ഇനി ഇതിന്റെ പേരിലുള്ള പേക്കൂത്തുകൾ സഹിക്കണമല്ലോ. കണ്ടില്ലേ ഏട്ടൻ നടക്കുന്നത്? പ്രതീക്ഷകൾ മുഴുവൻ പറ്റിപ്പോയിരുന്ന മോളെ. ചികിത്സ തുടങ്ങണം, അച്ഛന്റെ പരിചയത്തിൽ ഒരു വൈദ്യുണ്ടെന്നൊക്കെ നീ പറയുമ്പോ നിനക്ക് വേണ്ടിയാ ഏട്ടൻ ഇതൊക്കെ ചെയ്യാന്ന് കരുതിയത്. നിന്റെ നന്മയില് ഏട്ടന് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതുമായിട്ട് ചിലർ വരും. അതുപോലൊരു വരവായിരുന്നു നിന്റേത്. ഏട്ടന്റെ നല്ല മനസ്സിനെ ദൈവം അങ്ങനെ ശിക്ഷിക്കൊന്നുമില്ല. അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിന്റെ കുഴപ്പങ്ങളല്ല നമ്മൾ അനുഭവിക്കുന്നത്. ഏട്ടൻ ചിലപ്പോ മുൻ ജന്മത്തില് കടുത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതിരിക്കേ. ഇനി ഇതുപോലെ പിന്തിരിപ്പനായിട്ട് ഒരു കാര്യമായിട്ടും ചിന്തിക്കാനും പാടില്ല, പറയാനും പാടില്ല. ഇനി എന്താ ഇവിടെ ഓടിച്ചാടി നടക്കണം. അച്ഛന്റെയും വരുണിന്റെയും കൂടെ ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ പോണം. പണ്ടാ കണിമംഗലത്തിന്റെ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന സൂര്യ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഏട്ടൻ കണിമംഗലത്തിന്റെ രാജകുമാരനാ. എന്തൊക്കെ നടന്നു ജീവിതത്തില്. ഒടുവില് മുങ്ങിച്ചാവാൻ തുടങ്ങുന്ന തൊട്ടു മുമ്പ് ഒരു കൈ വന്ന് പിടിച്ച് കരയിലേക്ക് വലിച്ചു. ഏട്ടന്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കൈയെടുത്ത് കുമ്പിടാനുള്ളത് ദൈവങ്ങളെയല്ല, എന്റെ രാധിക മോളെയാ. ഏട്ടാ എന്തേ കാണിക്കുന്നേ? ദൈവത്തെ മാത്ര തൊഴേണ്ടത്. ഏട്ടന് വേണ്ടിയുള്ള കാര്യങ്ങള് ഞാൻ സന്തോഷത്തോടെയാ ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ആങ്ങളെയാന്ന്? താങ്ക്സ് മോളെ, റിയലി റിയലി താങ്ക്സ്. ആഹാ, ഇതും തുടങ്ങിയോ? എന്തടി, കണിമംഗലത്തെ ആണുങ്ങൾക്കാർക്കും നീ കാരണം സൗകര്യം ഇല്ലല്ലോ. കൽപ്പന, സൂര്യ മിണ്ടാതിരിക്കെ.
പ്രാർത്ഥനയാണ് സൂര്യയുടെ അസുഖം മാറ്റിയതെന്ന് ഇവിടെ ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് വല്ല വിശ്വാസം ഉണ്ടോ നിന്റെ മനസ്സിൽ? അത് ശരിയല്ലേ? ഇവളുടെ പ്രാർത്ഥന തന്നെ എന്നെ രക്ഷിച്ചത്. സൂര്യയോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞ. എന്താണ് നിന്റെ ഉദ്ദേശം? നിനക്ക് ഈ കണിമംഗലത്ത് സ്ഥിരമായിട്ട് നിൽക്കണോ? അതിനുള്ള അവകാശം വേണോ? ഏട്ടത്തി, ഇപ്പൊ നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴിയുണ്ടല്ലോ, സൂര്യയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി സൂര്യയെ സ്വന്തമാക്കാൻ. എന്നിട്ട് കണിമംഗലത്തിന്റെ മരുമകളാവാൻ. അതിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ? പോണോന്ന്. കൽപ്പനെ, നീ അവളെ ഒന്നും പറയരുത്. ഓ, എന്താ ഇവള് പറഞ്ഞപ്പോ പൊള്ളിയോ? വൈദ്യൻ കൽപ്പിച്ച മരുന്ന് മാത്രമായിരിക്കില്ലല്ലേ ഇവള് തന്നത്. ശരീരവും മനസ്സും ഉണർത്താൻ വേറെന്തൊക്കെയാ ഇവള്. ഇത്രയും കാലം ഈ മുറിയുടെ മൂലയ്ക്ക് വെക്കുന്ന വേസ്റ്റ് ബക്കറ്റിന്റെ സ്ഥാനമായിരുന്നു എനിക്ക്. നിനക്ക് നിന്റെ ചപ്പ് ചവറുകൾ നിക്ഷേപിക്കാൻ മാത്രമുള്ളതാ. പക്ഷേ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യത്തിന് ബലമുണ്ട്. ഇനി എന്റെ മുമ്പിൽ വെച്ച് അന്തസ്സില്ലാത്തൊരു വാക്ക് നീ സംസാരിച്ച ഇതൊരു തുടക്കമാണെന്ന് മാത്രം നീ മനസ്സിലാക്കിക്കോ. അടിച്ച് കൊന്നുകളഞ്ഞ ഞാൻ. ഈ നിൽക്കുന്നവളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു 10 ജന്മമെങ്കിലും ജനിക്കണോടി. നീ എന്താടി കരുതിയിരിക്കുന്നേ? പണ്ടത്തെ പോലെ സൂര്യയുടെ മുമ്പില് കണിമംഗലത്തിന്റെ അകത്തളങ്ങളിൽ അഹങ്കരിച്ചങ്ങ് നടക്കാവുന്നു? സമ്മതിക്കില്ല ഞാൻ. നിന്നെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാം കണ്ട് തൃപ്തിയായല്ലോ നിനക്ക്. നീ ഈ കുടുംബത്തിന്റെ നാശമാണെന്ന് ഒരിക്കൽ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. സോറി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.